പോകേണ്ടത് മഹാരാഷ്ട്രയിലേക്കാണ്. കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു അട്ടിമറി കിരൺ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു സന്തോഷം, ഇത് ചില രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ ഇതാണല്ലോ സന്തോഷം. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 25 സീറ്റ് വരെ അവിടെ നേടാം എന്ന് പറയുന്നു. മഹാരാഷ്ട്രയിലും യു പിയിലും ഈ നേട്ടം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴെല്ലാം അന്നത്തെ ഒരു 4 ദിവസം മുമ്പ് പോലും ആളുകൾ ആലോചിച്ചത് മറ്റു മറുതരത്തിലായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തോതിൽ അഭിമാനിക്കാം അല്ലെ അദ്ദേഹത്തിന്റെ മഹാരാഷ്ട്രയെ സംബന്ധിച്ച്. കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കോൺഗ്രസ് ലീഡർ എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു ദിവസം കൂടി തന്നെയാണ്. മഹാരാഷ്ട്ര പോലെ കൈവിട്ടു പോകാൻ 100% സാധ്യതയുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് BJP പോലെ ഒരാൾ മറുപക്ഷത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം പക്ഷത്തിൽ നിൽക്കുന്ന കോൺഗ്രസിനെയും സംരക്ഷിച്ചു നിർത്തി, NCPയെ സംരക്ഷിച്ചു നിർത്തി. യഥാർത്ഥ NCP പവാറിന്റെ NCP ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. യഥാർത്ഥ ശിവസേന അത് ഉദ്ധവ് താക്കറയുടെ ശിവസേനയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. ഈ ശിവസേനയും ഉദ്ധവ് താക്കറെയും NCPയെയും പവാറിനെയൊക്കെ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭഗീരഥ പ്രയത്നമാണ്. എന്തായാലും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഭാഷാ സ്വാധീനം ഒക്കെ കൊണ്ടാവണം. എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു മികവ്, എന്തായാലും ഒരു കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ നിന്ന് അഭിനന്ദനം ലഭിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവായി എന്തായാലും ചെന്നിത്തലയ്ക്ക് മാറാൻ കഴിഞ്ഞു എന്ന നേട്ടം കൂടിയുണ്ട്. നമുക്ക് ഏതായാലും അവിടുത്തെ ഫാക്ടർ നോക്കാം. എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് 2019 നിന്ന് 2020 എത്തുമ്പോൾ? കഴിഞ്ഞ തവണ അല്ലെങ്കിൽ 2014ലും 2019ലും BJPയുടെ വിജയത്തിൽ നിർണായകമായിരുന്നു മഹാരാഷ്ട്ര. 48 സീറ്റ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുടെ രണ്ടാമത്തെ സംസ്ഥാനത്തിൽ രണ്ടിടത്തും 40-ന് മുകളിൽ സീറ്റ് 2 തവണയും ഈ സഖ്യം നേടിയെങ്കിൽ ഇത്തവണ പക്ഷേ അങ്ങനെയല്ല സാഹചര്യം. അവിടെ ഇന്ത്യ സഖ്യം 29 സീറ്റുകളിൽ വിജയിക്കുകയാണ്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 20 സീറ്റുകളുടെ വർധനവ്. ഈ 20 സീറ്റുകളല്ല യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. കാരണം കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്നത് NCPയുടെ 4-ഉം കോൺഗ്രസിന്റെ 1-ഉമായിരുന്നു. ഉദ്ധവിനൊപ്പം നിൽക്കുന്ന MP മാരുടെ കൂടി കണക്കെടുക്കുമ്പോഴാണ് ഇത് +20 ആവുന്നത്. പക്ഷേ ഏതായാലും ആ കണക്കുകൾ കൂടി കൂട്ടുമ്പോൾ ഇപ്പോൾ ലീഡ് നിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യം 30 സീറ്റുകളിലാണ് മഹാരാഷ്ട്രയിൽ ലീഡ് ചെയ്യുന്നത്. NDA 17. വലിയ തിരിച്ചടി അവിടെ NDA ക്യാമ്പിനുണ്ടാകുന്നു. 29-30 ഒപ്പം തന്നെ NDA സഖ്യം 17 ആണ് ഇതുവരെ ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യുന്നത്. 21 സീറ്റുകളുടെ കുറവുണ്ടായിരിക്കുന്നു. നമുക്ക് സ്പ്ലിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിലേറ്റവും ശ്രദ്ധേയമായ പ്രകടനം കോൺഗ്രസ് ഒറ്റ സീറ്റിൽ നിന്ന് 13 സീറ്റിലേക്ക് എത്തി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. കാരണം പരമ്പരാഗതമായി കോൺഗ്രസിന്റെ വലിയ ശക്തി കേന്ദ്രമാണ്. അവിടേക്ക് ഏതായാലും വലിയ മുന്നേറ്റം ഇത്തവണ നടത്താൻ സാധിക്കുന്നു. കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ 2014 ഒക്കെ വലിയ തിരിച്ചടിയായിരുന്നെങ്കിൽ 12 സീറ്റുകൾ അധികമായി നേടാൻ കോൺഗ്രസിന് സാധിക്കുന്നു. ഉദ്ധവ് വിഭാഗത്തെ അപേക്ഷിച്ചും ഉദ്ധവ് വിഭാഗവും വലിയ നേട്ടമുണ്ടാക്കി. ഉദ്ധവ് വിഭാഗം 9 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം 2 ശിവസേനകൾ തമ്മിലായിരുന്നു 13 സീറ്റുകളിൽ പോരാട്ടം. അതിൽ ഭൂരിഭാഗം സീറ്റുകളിൽ വിജയിക്കാൻ ഉദ്ധവ് പക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഈ വിജയം തിളക്കമുണ്ടാക്കുന്നത്. കാരണം ആരാണ് യഥാർത്ഥ ശിവസേന എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ ലഭിക്കുന്നു. ഞങ്ങൾ തന്നെയാണ് എന്ന് പറയാൻ ഉദ്ധവ് വിഭാഗത്തിന് സാധിക്കുന്നു. കാരണം നേർക്കുനേർ 13 സീറ്റുകൾ ഏറ്റുമുട്ടി ഏതാണ്ട് അതിൽ 8-9 സീറ്റുകളിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുകയാണ് ഉദ്ധവ് വിഭാഗം. ഷിൻഡെ വിഭാഗത്തിന് അവിടെ വലിയ തിരിച്ചടി, നേർക്കുനേർ പോരാട്ടത്തിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ശരത് പവാർ വിഭാഗം NCP 8 സീറ്റുകൾ വിജയിക്കുമ്പോൾ ഇതിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം പാർട്ടി രൂപീകരണത്തിന്റെ 25-ാം വർഷത്തിൽ ശരത് പവാറിന് തന്നെയാണ്. കാരണം ഇന്ത്യ സഖ്യത്തിൽ ആകെ ശരത് പവാറിന് ലഭിച്ചത് 10 സീറ്റാണെങ്കിൽ 8 സീറ്റ് വിജയിക്കുന്നു. അതായത് വമ്പൻ സ്ട്രൈക്ക് റേറ്റ് NCP നടത്തുകയാണ്. അവിടെ 8 സീറ്റുകളിൽ അവർ വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി NDA സഖ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ BJPക്ക് നഷ്ടം സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. BJPക്ക് 15 സീറ്റുകൾ കുറയുന്നു, സേനയ്ക്ക് 6 സീറ്റുകൾ കുറയുന്നു. അജിത് പവാറിന്റെ NCP വലിയ തിരിച്ചടി നേടുന്നു. ഒറ്റ സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യുന്നത്. ഇതാണ് മഹാരാഷ്ട്രയുടെ ചിത്രം. അതായത് കഴിഞ്ഞ തവണയും അതിനു മുൻപ് 2014 40 സീറ്റുകളുടെ മുകളിൽ നേടിയ BJP സഖ്യം ഇത്തവണ വലിയ തിരിച്ചടി നേരിട്ട സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുകയാണ്. ഇതിൽ ഈ കിരൺ, ഈ ശരത് പവാർ അവിടെ എല്ലാ കാലത്തും മഹാരാഷ്ട്രയുടെ ഒരു വലിയ അധിപൻ, ഒരു പെട്രിയാർക്കിനെ പോലെയൊക്കെ നടന്ന ആളാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഈ വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം അസ്തമിച്ചു പോയി എന്ന് വരെ പറഞ്ഞേക്കും ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ. അല്ല, എനിക്ക് തോന്നുന്നു പവാറിന് NCP ഒറ്റയ്ക്ക് നിന്ന സമയത്ത് പവാറിന് ഈ ഒരു ശക്തി ഇല്ലായിരുന്നു. പവാർ UPയുടെ വലിയ കാലത്ത് പോലും 9 സീറ്റുകൾ ഒക്കെയാണ് നേടിയിരുന്നത്. UPയിൽ വലിയ മന്ത്രിയായിട്ടൊക്കെ പവാർ എന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം കൊണ്ടാണ് വലിയ വകുപ്പുകളൊക്കെ കിട്ടിയിരുന്നത്. പക്ഷേ പവാറിന് കഴിഞ്ഞ തവണ ദയനീയമായി പരാജയപ്പെടുത്തുന്നതാണ് പവാർ ഇത്തവണ വലിയ വിജയത്തിലേക്ക് വരുന്നത്. ഈ ശരത് പവാറിനെ പോലെ ഒരു നേതാവിനെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2 നേതാക്കളാണ്
രണ്ട് മറാത്ത പാർട്ടികളുടെ നേതാക്കൾ. ഒന്ന് ശരത് പവാർ തന്നെയാണ്, പിന്നെ ഉദ്ധവ് താക്കറെയുടെ പിന്മുറക്കാരൻ എന്ന നിലയ്ക്ക് വന്നു. പക്ഷേ പവാറിനെ അപമാനിച്ചു, അല്ലെങ്കിൽ പവാറിനെ വല്ലാത്ത രീതിയിലേക്ക് അവഹേളിച്ചു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് പരിപാടികൾ നടക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയും അജിത് പവാറും ഒക്കെ പങ്കെടുക്കുമ്പോൾ പവാറിനെ ക്ഷണിച്ചില്ല എന്നൊക്കെ, പവാർ ആ ക്ഷണിക്കാതിരുന്ന പരിപാടിയിൽ വീട്ടിലേക്ക് അവരെ ഊണിന് വേണ്ടി ക്ഷണിക്കുന്നു. അങ്ങനെ പവാർ അത് ചർച്ചയാക്കി. എന്നുവെച്ചാൽ പവാറിനെ അപമാനിച്ച വിഷയത്തെ അദ്ദേഹം കൃത്യമായി തന്നെ എന്നെ അപമാനിച്ചു എന്നുള്ളത് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, എന്നെ അപമാനിച്ചു എന്നുള്ളത് ഈ ഒരു സറ്ററിക്കൽ രീതിയിലേക്ക് അവിടേക്ക് വന്ന ആളുകളെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ച് വിരുന്നിന് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം അത് ചർച്ചയാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നടക്കുന്ന പരിപാടിയിൽ പോലും ശരത് പവാറിനെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ പവാറിന് അനുകൂലമായ ഒരു വലിയ വികാരം എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ മഹാരാഷ്ട്രയിൽ ഇത്തവണത്തെ ചാമ്പ്യൻ എന്ന് പറയുന്നത് എന്തെല്ലാം പറഞ്ഞാലും ഈ പ്രായത്തിലും ശരത് പവാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ മിടുക്കൻ തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ കോൺഗ്രസിന് ഒരു തിരിച്ചടി കിട്ടുമോ എന്ന ആശങ്കകളും അന്ന് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് പോയത്. അതെ അതെ, സ്വാഭാവികമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസിന് ഈ ഒരു നല്ലൊരു പെർഫോമൻസ് ഇത്തവണ മഹാരാഷ്ട്രയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൻ്റെ ഫാക്ടർ എന്തായിരിക്കാം? ഈ മേഖല തിരിച്ചു നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് വിദർഭ മറാത്വാദ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം നടത്തിയതായി ഈ ഭൂപടത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് മേഖല തിരിച്ചു തന്നെ നോക്കുകയാണെങ്കിൽ വിദർഭ മേഖലയിൽ ഇതാണ് വിദർഭ. അതെ, വിദർഭയിൽ ഇന്ത്യ സഖ്യം 7 സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നത്. NDA സഖ്യത്തിന് 3 സീറ്റുകളാണുള്ളത്. അതായത് അവിടെ ഇനി ഒരു സീറ്റിന്റെ റിസൾട്ട് വരാനുള്ളൂ, ബാക്കിയെല്ലാം ആയി കഴിഞ്ഞു. 6 സീറ്റുകളുടെ കുറവ് അവിടെ NDA സംബന്ധിച്ച് ഉണ്ടായിരിക്കുകയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റു മേഖലകളിലേക്ക് വരുമ്പോഴും. അതായത് വിദർഭയിൽ നിന്ന് നമ്മൾ മറാത്വാദയിൽ പോവുകയാണെങ്കിലും സമാനമായ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ത്യ സഖ്യം തന്നെ അവിടെ 7 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു. NDAക്ക് 1 സീറ്റ് മാത്രമാണ് അവിടെ ലഭിച്ചത്. NDA മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപട പ്രകാരം കൊങ്കൺ മേഖലയിൽ കുറച്ച് സീറ്റുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊങ്കൺ മേഖല നമുക്ക് പരിശോധിക്കാം. കൊങ്കൺ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ 3 സീറ്റുകൾ നമ്മുടെ തീരദേശ മഹാരാഷ്ട്ര, പ്രത്യേകിച്ച് നമ്മുടെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ട്രെയിൻ പോകുന്ന കൊങ്കൺ റെയിൽവേ പോകുന്ന ആ മേഖലയിൽ 3 സീറ്റുകൾ NDAക്ക് ലഭിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് അവിടെ കയ്യിലുണ്ടായിരുന്ന 1 സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റു മേഖലകളിലേക്ക് വരുമ്പോൾ മുംബൈ താനെ മേഖലയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പ്രകടനം നോക്കാം. അവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. NDAക്ക് 5 സീറ്റ്, ഇന്ത്യ സഖ്യത്തിന് 5 സീറ്റ് എന്നുള്ള സാഹചര്യം. അപ്പോൾ പോലും NDAക്ക് അവിടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 3 സീറ്റുകളുടെ കുറവ് അവിടെ NDA സഖ്യത്തിനുണ്ടാകുമ്പോൾ 3 സീറ്റ് അധികമായി നേടുകയാണ് ഇന്ത്യ സഖ്യം. അങ്ങനെ അവിടെയും ഒരു മുന്നേറ്റം നടത്തുന്നു. വടക്കൻ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോഴും NDA സഖ്യം പക്ഷേ അവിടെ മെച്ചപ്പെട്ട പ്രകടനം ഉണ്ടാക്കിയിട്ടുണ്ട്. 4 സീറ്റുകൾ അവർക്ക് അധികമായി ലഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് അവിടെ 4 സീറ്റ് കുറവാണ് ഏതായാലും നമ്മുടെ ഈ മാപ്പിൽ കാണാൻ സാധിക്കുന്നത്. ഇനി പോകാനുള്ളത് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലേക്കാണ്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ പക്ഷേ ഇന്ത്യ സഖ്യത്തിന് ഒരു തേരോട്ടം കാണാം. 4 സീറ്റ് അധികമായി, അങ്ങനെ 7 സീറ്റുകൾ അവിടെ വിജയിക്കുന്നു. NDAക്ക് 5 സീറ്റ് നഷ്ടപ്പെട്ട് 3-ൽ ഒതുങ്ങുന്നു. മറ്റുള്ളവർ 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അത് സാംഗ്ലി മണ്ഡലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. സാംഗ്ലി മണ്ഡലമാണെങ്കിൽ അത് കോൺഗ്രസിന്റെ വിമതൻ, ശിവസേനയ്ക്ക് സീറ്റ് നൽകിയത് പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാവ് വിമതനായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു.